നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലറ പുത്തൻ പള്ളിയിലാണ്. ഇവിടെ നിന്നാണ് ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി പതാക പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും പതാക പ്രയാണം നേരെ എത്തിച്ചേരുന്നത് 6:30 കൂടിയാണ് കല്ലറ പഴയ പള്ളിയിലേക്ക് എത്തിച്ചേരുക. അവിടെ വെച്ചായിരിക്കും ബാക്കിയുള്ള പരിപാടികളെല്ലാം തന്നെ ഉണ്ടാവുക. ഇവിടെ നിന്നാണ് ഈ ഒരു പതാക പ്രയാണത്തോടു കൂടിയാണ് കല്ലറ പള്ളിയുടെ ആഘോഷങ്ങളിലേക്ക് ഇനി കടക്കുന്നത്. തിരുനാളിൻ്റെ ആഘോഷങ്ങളിൽ ഈ ഒരു പതാക പ്രയാണത്തോടു കൂടിയാണ് തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വിശ്വാസികളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. 125ഓളം പുരുഷന്മാരും സ്ത്രീകളും അണിനിരക്കുന്ന ഒരു പരിപാടി കൂടിയാണിത്. വളരെ ഉത്സവത്തോടെ വളരെ ആഘോഷത്തോടു കൂടിയാണ് ജ്ഞാനായ വിശ്വാസികൾ ഈ പരിപാടിയെ മുന്നിട്ട് കാണുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രമാത്രം ജനങ്ങളാണ് ഈ ഒരു പരിപാടിയിൽ കൂടിയിരിക്കുന്നത്. ഈസ്റ്ററുമായി പ്രമാണിച്ച് തന്നെ ഒരു വലിയൊരു പ്രവാഹമാണ്, ജനങ്ങളുടെ ഒരു പ്രവാഹം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും മറ്റു പരിപാടികളെല്ലാം തന്നെ അണിനിരക്കുക. വിശുദ്ധ തോമാസ് ലീഹയുടെ പുതുഞായർ തിരുനാളും ശതോത്തര രജത ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പതാക പ്രയാണത്തിന് കല്ലറ വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചു. ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി പതാക കൈമാറിയതോടെയാണ് തിരുനാളിന് തുടക്കം കുറിച്ചത്. കല്ലറ പുതിയ പള്ളിയിൽ 4 മണിയോടെ ആരംഭിച്ച പതാക പ്രയാണം വിശ്വാസികളുടെയും വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടുകൂടി 6:30 കല്ലറ പഴയ പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ജ്ഞാനായ വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി പതാക ഉയർത്തി. തുടർന്ന് വരും ദിവസങ്ങളിൽ സമർപ്പിത പ്രവാസി സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും ഏപ്രിൽ 28 ജൂബിലി സമാപന സമ്മേളനത്തോടുകൂടി തിരുനാളിന് സമാപനമാകും. കല്ലറ പഴയ പള്ളിയുടെ ശതോത്തര രജത ജൂബിലിയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പതാക പ്രയാണമാണ് ഇപ്പോൾ കല്ലറ പുത്തൻപള്ളിയിൽ നിന്നും കല്ലറ പഴയ പള്ളിയിലേക്ക് പോവുക. കല്ലറ പുത്തൻപള്ളിയിൽ വികാരിയച്ഛനും ഇടവചനവും ഞങ്ങൾക്കായി കൈമാറിയ പതാകയുമായിട്ടാണ് കൈക്കാരന്മാർ ഏറ്റവും മുന്നിൽ. അതിൻ്റെ പിന്നിൽ 125 സ്ത്രീകളും 125 പുരുഷന്മാരും പരമ്പരാഗത വേഷമണിഞ്ഞാണ് ഈ റാലിയിൽ പങ്കുകൊള്ളുക. അതേ തുടർന്ന് നമ്മുടെ ഇടവകയെ 4 ഹൗസുകളാക്കി തിരിച്ചു. ആ ഹൗസുകൾ ഓരോ ഹൗസിൻ്റെയും നേതൃത്വത്തിൽ ഓരോ ടാബ്ലോയുമായിട്ടാണ് ഈ റാലിയിൽ അവരും പങ്കെടുക്കുക. ഈ റാലി 6:30 മണിയോടുകൂടെ കല്ലറ പഴയ പള്ളിയിൽ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ പതാക ഉയർത്തി തിരുനാളിന് ആരംഭം കുറിക്കുന്നതാണ്. നാളെ മുതൽ വിവിധ പരിപാടികളോടുകൂടെ തിരുനാളിൻ്റെ പ്രോഗ്രാം നടക്കുന്നു. ഞായറാഴ്ച 27 പ്രധാന തിരുനാൾ ദിവസം കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ ഭണ്ഡാരശ്ശേരി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ, അതേ തുടർന്ന് പ്രദക്ഷിണം, 28 തിങ്കളാഴ്ച അഭിമന്യ മൂലക്കാട്ട് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിപ്പിക്കൽ കുർബാന, അതേ തുടർന്ന് സമാപന സമ്മേളനം വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ് ബോസ് സാറ് ഉദ്ഘാടനം ചെയ്യുന്നു. ശതോത്തര രജത ജൂബിലി തിരുനാൾ എന്ന് തന്നെ എഴുതി തന്നെ ഇവിടുന്ന് ഞങ്ങൾ തരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ജൂബിലി തിരുനാളാണ്. ഈ ജൂബിലി തിരുനാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ ഇരട്ടി സന്തോഷമാണ്. ഒന്ന്, നമ്മുടെ ജൂബിലിയുടെ ഭാഗമായിട്ട് സന്തോഷിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ കർത്താവിശ്വസിക ഉദ്ധിതനായുള്ള സന്തോഷവും. കല്ലറ പഴയ പള്ളിയിൽ നിന്ന് ധാരാളം ആൾക്കാർ, 125 പരം ആൾക്കാർ, ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ജ്ഞാനായ തനിമയിൽ വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞ്, അതോടൊപ്പം തന്നെ ധാരാളം ആൾക്കാർ കല്ലറ പഴയ പള്ളിയിലെയും പുത്തൻ പള്ളിയിലെയും ആൾക്കാർ ഇവിടുന്ന് ഒന്നു ചേർന്ന് ഘോഷയാത്രയോടെ ഈ പതാക അവിടെ കൊണ്ടുചെല്ലുകയും അവിടെ ഉയർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇന്നാണ് ജൂബിലിയുടെ തിരുനാൾ ആരംഭിക്കുന്നത്.
നിങ്ങൾ അതിൽ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ പ്ലോട്ടുകളും നിരവധിയായ വർണ്ണാഭരണങ്ങളോട് കൂടി ഇത് ആഘോഷിക്കുമ്പോൾ ജൂബിലി എന്ന് പറഞ്ഞ് തിരിഞ്ഞുനോട്ടമാണ്. അതോടൊപ്പം തന്നെ സ്വഭവനത്തിലേക്ക് മടങ്ങുക എന്നുള്ളതും നമ്മുടെ ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ അവിടെ വായിക്കുന്നുണ്ട്. അത് തിരുനാൾ ഒരു വിശുദ്ധീകരണത്തിൻ്റെ തിരുനാളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏതെങ്കിലും ആൾക്കാർ നമ്മുടെ സ്വന്തം ഇടവകയിൽ നിന്നും ഭവനത്തിൽ നിന്നുമൊക്കെ പിന്തിരിഞ്ഞോ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം ചേർത്ത് ഇതൊരു ആഘോഷമായി ഈ നാടിൻ്റെയും അതോടൊപ്പം തന്നെ കല്ലറ പഴയപള്ളി പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെയും ഒരു ആഘോഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പതാക കൈമാറുന്നതിന് സന്തോഷത്തോടു കൂടി കൈമാറുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പതാക ബഹുമാനപ്പെട്ട വികാരി സ്റ്റീഫനത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഞങ്ങളത് കൈമാറുകയാണ്. ഇടവക ജനത്തെയും ഏറെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം പഴയ പള്ളിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥനയോടെ ഈ
കൊടിയേറ്റ് കർമ്മം നമുക്ക് പങ്കെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംപ്രീതിയും പരിശുദ്ധാത്മാ